ഹായ്, ഞാൻ ഭാമ. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു പാട്ടുകളും സിനിമകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. നമ്മുടെ ലോ തന്നെ മാറണം അല്ലെങ്കിൽ മാറ്റപ്പെടണം എന്ന്, അത് മാറ്റപ്പെടാതെ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു കുറവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും വളരെ ജെന്യുവിനായിട്ട് ഓഡിയൻസിനടുത്ത് പറയാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് എൻ്റെ പടത്തെക്കുറിച്ച് പറയുന്ന ഒരാളാണ് ഞാൻ. ഓരോ സിനിമ ചെയ്യുമ്പോഴും പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ ടെക്നിക്കലി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഒത്തിരിയും ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ജിഷ വധക്കേസ്, സൗമ്യ വധക്കേസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും നോക്കാത്ത ഒരാളാണ്. എനിക്ക് അതിനേക്കാളിലൊക്കെ എനിക്ക് നിൽക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ഉത്തരമായിരിക്കും ഈ ഒരു ചിത്രത്തിലൂടെ പുറത്തു വരുന്നത്. ഹായ്, ഞാൻ ഭാമ. ഞാൻ ഇന്ന് സെൻസേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് എൻ്റെ പുതിയ മൂവി മറുപടിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. മറുപടി എന്ന ചിത്രത്തിൽ എൻ്റെ ക്യാരക്ടർ സാറ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു ഫാമിലി, ഹസ്ബൻഡും ഒരു പെൺകുഞ്ഞും ഉൾപ്പെടുന്ന ഒരു ഫാമിലി, ആ ഒരു എന്താ പറയുന്ന ഒരു ഫാമിലിക്ക് ഒരു ഘട്ടത്തിലൊരു കംപ്ലീറ്റായിട്ട് ജീവിതമേ കംപ്ലീറ്റായിട്ട് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിൽ അവരുടെ പിന്നീടുള്ള ജീവിതം എന്താണ്, അവരതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇതൊക്കെയാണ് മറുപടിയിൽ ഉള്ളത്. പ്ലസ് അതിനേക്കാളൊക്കെ ആയിട്ട് ഈ സ്ക്രിപ്റ്റ് ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള. ആ ഇഷ്യൂസിനൊക്കെ ഓരോ ഇഷ്യൂസ് നടക്കുമ്പോഴും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം, എന്താണ് ഇവിടുത്തെ ലോ. അപ്പോൾ അതിനൊക്കെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ഉത്തരമായിരിക്കും ഈ ഒരു ചിത്രത്തിലൂടെ പുറത്തു വരുന്നത്. റഹ്മാനിക്കായിട്ട് ഫസ്റ്റ് ടൈമാണ് ഓഫ് കോഴ്സ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു പാട്ടുകളും സിനിമകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല റഹ്മാനിക്കയുടെ പെയറായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും എന്താ പറയണേ, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. പിന്നെ ആക്ടർ വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. ഈവൻ റഹ്മാനിക്കയുടെ ക്യാരക്ടർ എബി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു സാധാരണ മനുഷ്യനായി നിന്നുകൊണ്ട് ജീവിതത്തിലെ ചില ഘട്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അത് ബ്രില്യൻ്റ് ആയിട്ട് റഹ്മാനിക്ക ചെയ്തിട്ടുണ്ട്. സോ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു മൂവി. കാരണം VM വിനു ചേട്ടനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൂടെയാണ്. പിന്നെ ഒരു മദർ ക്യാരക്ടറിന് ചെയ്യുന്നത് കൊണ്ട് എന്ത് നെഗറ്റീവാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും നോക്കാത്ത ഒരാളാണ്. എനിക്ക് അതിനേക്കാളിലൊക്കെ എനിക്ക് നിൽക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ക്യാരക്ടർ, നല്ല ടീം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് കൈവന്നിട്ടുള്ളൊരു മൂവിയാണ് മറുപടി. ബേബി നയൻതാര മകളായിട്ട് ചെയ്യുന്ന, പിന്നെ ടെസയുണ്ട്, സന്തോഷ് കീഴാറ്റൂർ, ജനാർദ്ദൻ അങ്കിൾ, ദേവൻ അങ്കിൾ, അതുപോലെ തന്നെ അഞ്ജലി അനീഷ് ഉപാസന, പിന്നെ മീനാക്ഷി, ബേബി മീനാക്ഷി. അപ്പോൾ അങ്ങനൊരു നല്ല ശൃന്ദ, അർജുൻ, അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സ്റ്റാർ കാസ്റ്റും ഒക്കെ ഉണ്ട്. ഒരു ബംഗാളി ആക്ടറുണ്ട് സുദീപ് മുഖർജി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ ഒരുപാട് ഭാഷകളിൽ കൊറിയോഗ്രാഫി ചെയ്യുന്ന നമ്മുടെ സുജാത മാസ്റ്റർ ഈ മൂവിയിലൊരു മേജർ റോള് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ അങ്ങനൊരു എന്താ പറയുന്നത്, നല്ലൊരു ആർട്ടിസ്റ്റ് കാറ്റഗറി ഉണ്ട് ഈ മൂവിയിൽ. കന്നഡയിൽ വിശേഷം ഇപ്പം ഞാനൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാഗ എന്നാണ് ചിത്രത്തിൻ്റെ പേര്.
PC ശേഖറാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ മൂവിയാണ് ഇപ്പം കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന മൂവി. ഫ്യൂച്ചർ പ്രൊജക്ട്സ് വേറൊന്നും എടുത്തിട്ടില്ല. ഇപ്പം മറുപടി റിലീസാവുന്നു. ഇനി എനിക്ക് അടുത്ത റിലീസായിട്ടുള്ളത് രാഗമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിസ്കഷൻസ് നടക്കുന്നു. എന്നെ മലയാളത്തിൽ കുറച്ച് കൂടുതൽ എന്താ പറയുന്നത് ഞാൻ നോക്കുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്. നല്ല പ്രോജക്റ്റ് വരികയാണെങ്കിൽ മൂവിയുടെ ഭാഗമാവും. ഓരോ സിനിമ ചെയ്യുമ്പോഴും പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ ടെക്നിക്കലി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മളിതിൽ വന്നു കഴിയുമ്പോൾ മുതൽ ആ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് ഇതൊക്കെ. എല്ലാം നമ്മളുടെ ചുറ്റിലും നിൽക്കുന്നവർ കൂടുതലും ഇപ്പം എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അപ്പോൾ മാറ്റങ്ങൾ എന്താണ്, കുറച്ചുകൂടെ ക്യാരക്ടറിനെ കുറച്ചുകൂടി ഇപ്പോൾ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് വേണ്ട മനസ്സമാധാനം. നിനക്കെന്ത് മനസ്സമാധാനക്കേടാ? എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ആരെ? ഒരു സാധാരണ ഒരു യൂഷ്വൽ ഒരു ആക്ടർ വന്നിരുന്ന് മൂവി കാണണം, അല്ലെങ്കിൽ നല്ല മൂവിയാണ്, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയണത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും വളരെ ജെന്യുവിനായിട്ട് ഓഡിയൻസിനടുത്ത് പറയാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് എൻ്റെ പടത്തെക്കുറിച്ച് പറയുന്ന ഒരാളാണ് ഞാൻ. അത്തരം സിനിമകൾക്ക് ഞാൻ സംസാരിക്കാൻ പോവാറുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂവിയെപ്പറ്റി ഞാൻ എവിടെയും സംസാരിക്കും. കാരണം അതിലൊരു ജെന്യുവിനായിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ട്. ഇന്ന് എനിക്ക് ഉറപ്പാണ് ഈ മൂവി റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഡെസ്റ്റിനി ഒന്നും എനിക്കറിയത്തില്ല, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാവും അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ മൂവി റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻസ്പയർ ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോൾ ഒത്തിരിയും ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ജിഷ വധക്കേസ്, സൗമ്യ വധക്കേസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും പറയുന്ന ഒരു വാക്കുകളാണ്, മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കുറേ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നൊരു കാര്യമുണ്ട്, ഇനിയൊരു ജിഷമാർ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇനിയൊരു സൗമ്യമാർ ഉണ്ടാവരുത് എന്നൊക്കെ. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പ്രതിഷേധിക്കുന്നതല്ലാതെ നമുക്കിതൊരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു ക്രൈം റേറ്റ്സ് കുറയുന്നില്ല. അത് ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഒരു കുറവ് വരുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, വന്നു. ഇനിയും ഇങ്ങനെയൊരു റിപ്പോർട്ട് നമുക്ക് കേൾക്കാനിടവരരുത്, കാണാനിടവരരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു പെൺകുട്ടിയായിരിക്കുമ്പം തീർച്ചയായിട്ടും എന്താ പറയണേ, ഇത്തരം കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റീസ് ആയാലും ശരി, സാധാരണ ജനങ്ങളാണെങ്കിലും ശരി, എല്ലാവരും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പ്രതിഷേധിക്കും. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കും അറിയില്ല. നമ്മുടെ ലോ തന്നെ മാറണം അല്ലെങ്കിൽ മാറ്റപ്പെടണം എന്ന്, അത് മാറ്റപ്പെടാതെ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കുറവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ മൂവിയിൽ ഞാനൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു, എൻ്റെ ജോലിയാണ്, ഞാൻ ഈ മൂവി എടുത്തു. അതിനേക്കാളിലൊക്കെ അപ്പുറമായിട്ട് എന്താ പറയുന്നത്, എനിക്ക് ഈ ക്യാരക്ടറിലൂടെയെങ്കിലും എനിക്ക് എന്താ പറയണേ, ചില കാര്യങ്ങൾ എനിക്ക് പ്രതിഷേധം അറിയിക്കാനും അല്ലെങ്കിൽ പ്രതിഷേധത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുമുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിയെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഈ ഒരു മൂവി എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സമാവർ വെയിറ്റ് ചെയ്യാണ് ഒരു കടവില്, എന്നിട്ട് യാമി വരാനായിട്ട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുന്നു. യാമി അമ്മയും അച്ഛനും മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി, ആ ഒരു ഫീലിംഗ് എന്താണെന്ന് സത്യമായിട്ടും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഫീലിംഗ് ആണ്.